നമസ്കാരം. ചലച്ചിത്ര താരം ഹണി റോസിനെ മാനസികമായും ലൈംഗികമായും അധിക്ഷേപിച്ചു എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ച് ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യാപാരിക്കെതിരെ നൽകിയ പരാതിയിന്മേൽ പോലീസ് രായ്ക്ക് രായ്മാനം കേസെടുത്തു. കോടതിയിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടിയില്ല. ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിലിൽ കഴിയുന്നു. കേരളത്തിൽ ഒട്ടേറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച, വിവാദം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു ഹണി റോസിൻ്റെത്. ബോബി ചെമ്മണ്ണൂർ തൻ്റെ ഒരു ജുവലറിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി 2 തവണയാണ് 2 ഇടങ്ങളിലായി ഹണി റോസിനെ ക്ഷണിച്ചു വരുത്തുന്നു. ഈ ഉദ്ഘാടന വേളയിൽ തന്നെ ഹണി റോസിനോട് അപമര്യാദയായി ലൈംഗികപരമായ അധിക്ഷേപങ്ങൾ ഉയർത്തുന്ന രീതിയിൽ അവരെ മാനസികമായും ശാരീരികമായും തൊഴിൽപരമായും ആക്ഷേപിക്കുന്ന രീതിയിൽ അവർക്കെതിരെ മോശമായ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഹണി റോസ് പോലീസിൽ പരാതി നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ചു, സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റം, ലൈംഗികപരമായിട്ടുള്ള അധിക്ഷേപം എന്നിങ്ങനെയുള്ള വകുപ്പുകൾ ചേർത്ത് തന്നെയാണ് ഹണി റോസിനെതിരെ പോലീസ് കേസെടുത്തത്. കോടതി ഈ വിഷയത്തിൽ ചെമ്മണ്ണൂരിനെതിരെ കോടതി കേസെടുത്തത്, ജയിലിൽ അടച്ചത്. എന്നാൽ ഹണി റോസിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം ഇത്തരം വിമർശനങ്ങൾ ഉയർത്തിയ 30 പേർക്കെതിരെ കൂടി സൈബർ പോലീസ് കേസെടുക്കുകയും അവർക്കെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതോടുകൂടി കേരളത്തിന്റെ പൊതുബോധത്തിലും സാമൂഹ്യ അന്തരീക്ഷത്തിലും ഹണി റോസിനെതിരെ നിരവധി പരാതികളാണ് ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ നിരീക്ഷകനായ രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് പരസ്യമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. സഭ്യമായ വസ്ത്രങ്ങൾ ധരിച്ചു വേണം അങ്ങനെയുള്ള ഇടങ്ങളിൽ എല്ലാവരും പ്രത്യക്ഷപ്പെടുന്നതിന് വേണ്ടി, അതായത് ആണുങ്ങളുടെ ഏതെങ്കിലും വിധത്തിലുള്ള ലൈംഗിക തൃഷ്ണകളെ, അതുപോലുള്ള ലൈംഗിക അഭിനിവേശങ്ങളെയും ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യുന്ന വിധത്തിലുള്ള രീതിയിലാവരുത്, പ്രകോപനപരമായ രീതിയിലായിരിക്കരുത് സ്ത്രീകളുടെ വസ്ത്രധാരണം. പ്രത്യേകിച്ച് അവർ പൊതുവേദിയിൽ എത്തുമ്പോൾ അതിൽ ഒരു മാന്യത പുലർത്തേണ്ടതാണ് എന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമായിരുന്നു രാഹുൽ ഈശ്വർ നടത്തിയത് എന്നുള്ളതാണ് ഹണി റോസ് എടുത്തു പറഞ്ഞത്. തന്നെ തൊഴിൽപരമായും തന്നെ മാനസികമായും ലൈംഗികപരമായും രാഹുൽ ഈശ്വർ വീണ്ടും അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. താൻ ആത്മഹത്യയിലേക്ക് നീങ്ങും, താനും തൻ്റെ കുടുംബവും മാനസിക സംഘർഷത്തിലാണ്, താൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കുറ്റം അല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ രാഹുൽ ഈശ്വർ ആയിരിക്കും എന്ന മട്ടിലാണ് ഹണി റോസ് ഒരു FB കുറിപ്പ് ഇട്ടത്. മാത്രമല്ല സൈബർ വിങ്ങിൽ ഹണി റോസ് കേസ് കൊടുക്കുകയുണ്ടായി. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുക്കുകയുണ്ടായി. എന്നാൽ ഈ വിഷയത്തിൽ എന്താണ് ഹണി റോസ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് സാമൂഹ്യ നിരീക്ഷകരടക്കമുള്ള, രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള കേരളത്തിന്റെ പൊതുബോധം ഇപ്പോൾ സംസാരിക്കുന്നത്. ഹണി റോസിന് എന്ത് വസ്ത്രം ധരിക്കാൻ ഹണി റോസിന് സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ഹണി റോസ് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പൊതുവേദിയിൽ എത്തുമ്പോൾ സാമൂഹ്യ ബോധമുള്ള, സദാചാര ബോധമുള്ള ആളുകൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയാൻ അർഹതയുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് ഹണി റോസ് മറന്നു പോകുന്നത് എന്ന തരത്തിലാണ് ഇപ്പോൾ ഹണി റോസിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരാമർശിക്കുമ്പോൾ ഇന്നലെ ആലപ്പുഴ CPM സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒരു വിഷയം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾക്കെതിരെ ആര് എന്ത് തരത്തിലുള്ള അപമാനകരങ്ങളായ വാക്കുകളോ നോക്കുകളോ കൊണ്ട് അവരെ മുറിവേൽപ്പിക്കുകയാണെങ്കിൽ അവർക്കെതിരെ സന്ധിയില്ലാത്ത സമരം ായിരിക്കും, മുഖം നോക്കാത്ത നടപടിയായിരിക്കും കേരള സർക്കാർ കൈക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ്. ഹണി റോസ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ വിഷയത്തിൽ പരാതി ബോധിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇത്രയും പെട്ടെന്ന് ഒരു നടപടി കൈക്കൊള്ളുവാൻ കാരണമായത് എന്നുകൂടി പറഞ്ഞു കേൾക്കുന്നു. അതെന്ത് തന്നെയായാലും ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ ഉയർത്തിയ പരാതികളും പൊതുവേദിയിൽ വെച്ച് ഹണി റോസിന്റെ കയ്യിൽ പിടിച്ചു വട്ടം കറക്കി അവരുടെ പിറകുവശം കാണികൾക്ക് കാണത്തക്ക രീതിയിലുള്ള ചേഷ്ടകൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായി, പ്രവൃത്തികളുണ്ടായി, ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള ചില പരാമർശങ്ങളുണ്ടായി. ഇതാണ് ഹണി റോസിനെ പ്രകോപിപ്പിച്ചതും അവർ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കൊടുത്തതും. അത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ന്യായീകരിക്കാം എന്നുണ്ടെങ്കിൽ രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് വിമർശിച്ചതിന്റെ പേരിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് കേസ് കൊടുത്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഹണി റോസിന്റെ വ്യക്തി സ്വാതന്ത്ര്യം അവരുടെ ഭക്ഷണ കാര്യത്തിലോ വസ്ത്രധാരണ രീതിയിലോ എല്ലാം അവർക്ക് അത് ഉറപ്പു നൽകുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോരുത്തർക്കുമുള്ള മൗലിക അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവരുടെ അഭിപ്രായ പ്രകടനത്തിന് അവർക്ക് അതിന് കൃത്യമായ റൈറ്റ് നൽകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെയാണ്
തന്നെയാണ് ഹണി റോസ് ഇത്തരത്തിൽ പെരുമാറിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് നമ്മളുടെ അഭിപ്രായങ്ങൾ എവിടെയും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് മറ്റൊരാളുടെ വസ്ത്രധാരണ രീതിയിലായാലും ഭക്ഷണ രീതിയിലായാലും അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം. എന്നാൽ അത് സാമൂഹ്യ ബോധത്തിന് നിരക്കാത്തതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, സദാചാര ബോധത്തിന് നിരക്കാത്തതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അതിൽ അഭിപ്രായം പറയുവാൻ ഭരണഘടനയനുസരിച്ച് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ സവിശേഷത. അങ്ങനെയെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്, പൗരാവകാശം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് പൊതുവേദിയിൽ ഹണി റോസ് ധരിച്ചെത്തുന്ന വസ്ത്രധാരണ രീതിയെക്കുറിച്ച് രാഹുൽ ഈശ്വർ വിമർശിച്ചത്. അതിന് രാഹുൽ ഈശ്വറിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് തന്നെയാണ് വിവക്ഷിക്കപ്പെടുന്നത്. എന്നാൽ എന്ത് രീതിയിലാണ് പോലീസ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് ഒരാൾക്കെതിരെ കേസെടുക്കണമെന്നുണ്ടെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ഇതിൽ ഹണി റോസ് നൽകിയിരിക്കുന്ന പരാതിയിൽ ഏത് നിയമപ്രകാരമാണ് അല്ലെങ്കിൽ എന്ത് തെളിവ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളിൽ ചോദിക്കുന്നത്. ഹണി റോസിന് കൂടിപ്പോയാൽ ഒരു മാനനഷ്ടത്തിനെതിരെ കേസ് കൊടുക്കാൻ സാധിക്കും രാഹുൽ ഈശ്വറിനെതിരെ. ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിക്കെതിരെ രാഹുൽ ഈശ്വർ പരാമർശിച്ചു. തന്റെ തൊഴിൽ ഇല്ലാതാക്കുന്ന തരത്തിൽ, തന്നെ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ, തനിക്ക് അപമാനകരമായ രീതിയിൽ രാഹുൽ ഈശ്വർ സംസാരിച്ചു അല്ലെങ്കിൽ പെരുമാറി എന്നൊക്കെ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ സാധിക്കും. അല്ലാതെ എങ്ങനെയാണ് പോലീസിൽ തനിക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചു എന്ന് പറഞ്ഞ ഒരാൾക്ക് കേസ് കൊടുക്കുക എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും താൻ ആത്മഹത്യയുടെ വക്കിലാണ് എന്നാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ ഇട്ടിരിക്കുന്ന ഒരു കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഹണി റോസിന്റെ FB കുറിപ്പിലാണ് ഇത്തരം കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതായത് ഹണി റോസ് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പോലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം രാഹുൽ ഈശ്വരനായിരിക്കും എന്നാണ് ഹണി റോസ് തന്റെ FB കുറിപ്പിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്തായാലും ഹണി റോസിന്റെ പരാതിയിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും. അല്ലെങ്കിൽ സ്ത്രീത്വത്തിനെതിരെ ആര് തന്നെ മോശമായ വാക്കുകളോ അവരെ അത്തരത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ ആരുടെ ഭാഗത്തു നിന്ന് നോട്ടമോ വാക്കോ പരാമർശങ്ങളോ ഉണ്ടായാൽ അവർക്കെതിരെ നടപടി കൈക്കൊള്ളും എന്ന് മുഖ്യമന്ത്രിയുടെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഇനി രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് നടപടികൾ കൈക്കൊള്ളുമോ? ബോച്ചയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതുപോലെ രാഹുൽ ഈശ്വറിനെയും ഹണി റോസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.